സുഹൃത്തുക്കളെ, ഞാൻ പ്രതീഷ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു 3 കൊല്ലം മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ സീക്വൽ വീഡിയോയുമായിട്ടാണ്. ആ വീഡിയോ നമ്മുടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ ഭംഗിയെ വിവരിക്കുന്നതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭാഗം 2 ഒരു സീക്വൽ വീഡിയോ? അതിൻ്റെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ടെമ്പിൾ ടവർ കുറച്ച് വളർച്ച നേടുകയുണ്ടായി. അപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോ അതിൻ്റെ ഭംഗിയെക്കുറിച്ച് വിവരിച്ച സ്ഥിതിക്ക് ആ വളർച്ചയും വിവരിക്കണമല്ലോ. അതായത് ഇവിടെ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ മോടി പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ടവർ 4 സൈഡിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. ആ മറവ് മാറ്റിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റിയത് വളരെ മനോഹരവും പരിപാവനവുമായ ഒരു വളരെ വലിയ ഓംകാര സൈൻ നിങ്ങൾ കാണാൻ പറ്റും. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ മുകളിലായി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. വളരെ പരിപാവനമായ മനോഹരമായ ഓംകാര ചിഹ്നം തന്നെയാണ്. പക്ഷെ ചോദ്യം എന്തെന്നാൽ അത് സ്ഥാപിക്കേണ്ടത് ഇവിടെ തന്നെയാണോ? അതിനെക്കുറിച്ച് ഭക്തജനങ്ങൾക്കിടയിൽ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സ്ഥാപിച്ചത് ദേവസ്വം ബോർഡോ ഉത്സവ കമ്മിറ്റിയോ ഒന്നും തന്നെ അല്ല. ഇത് ഒരു കൂട്ടായ ആളുകളുടെ ജനകീയ തീരുമാനവുമല്ല. ഇതൊരു ഭക്തൻ്റെ നേർച്ചയാണ്, സമർപ്പിക്കലാണ്. ആ സമർപ്പിക്കൽ അവർ തന്നെ അവിടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ എൻ്റെ അറിവിൽ യാതൊരു രാഷ്ട്രീയ മതസംഘടനകളും ഇതിന് അനുകൂലമായോ പ്രതികൂലമായോ യാതൊരു തീരുമാനവും എടുത്തിട്ടുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ 3 സുപ്രധാന ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ. ചോദ്യം നമ്പർ 1, ഇത് ഒരു ഹെറിറ്റേജ് ആർട്ട് വർക്കാണ്. അതായത് 1972 പണി കഴിപ്പിച്ച് 50ഓളം വർഷം ഇതിൻ്റെ ദൃശ്യാനുഭൂതിയിൽ യാതൊരു മാറ്റവും വരുത്താത്ത ഒരു ഹെറിറ്റേജ് ആർട്ട് വർക്കാണ്. അപ്പോൾ ഇതൊരു ഭാരതീയ വാസ്തുശില്പകലയുടെ മകുടോദാഹരണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യാനുഭൂതി കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? അതങ്ങനെ ആൾട്ടർ ചെയ്യാമോ? നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ടവറിന് മുകളിലായി ഇതുപോലൊരു ഓംകാര സൈൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? രണ്ടാമത്തെ ചോദ്യം എന്തെന്നാൽ, ഒരു ഭക്തൻ ഭക്തിപൂർവ്വം എന്തെങ്കിലും സമർപ്പിക്കപ്പെട്ടതിന് ശേഷം അത് എവിടെയാണ് സ്ഥാപിക്കപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഭക്തൻ തന്നെയാണോ അതോ ബന്ധപ്പെട്ട ആളുകളാണോ? നാളെ മറ്റൊരു ഭക്തൻ ഇതുപോലെയോ മറ്റൊരു തരത്തിലുള്ള ഒരു ഹൈന്ദവ ചിഹ്നവുമായി വന്ന് ഇതിനടുത്ത് തന്നെ സ്ഥാപിക്കണമെന്ന് ആഗ്രഹം സ്ഥാപിച്ചാൽ അത് അനുവദനീയമാണോ? മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുരക്ഷയെ സംബന്ധിക്കുന്നതാണ്. സുരക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ വലിപ്പം വെച്ച് മെഷർമെൻറ്റ് വെച്ച് പറയുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് മറിഞ്ഞു വീഴാൻ ഇടയുണ്ടായാൽ അത് ഗോപുരത്തിന് മുകളിൽ വീഴാം. അത് മുന്നിൽ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൻ്റെ സുരക്ഷാ സർട്ടിഫിക്കറ്റുകൾ എവിടെയാണ്? ഇതിൻ്റെ പ്ലാൻ അപ്രൂവൽ, ഇതിൻ്റെ മുനിസിപ്പൽ സാങ്ഷൻ, മറ്റ് അനുബന്ധ മാൻഡേറ്ററി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ് ഒന്നും തന്നെ നേടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു ഓംകാരം അവിടെ സ്ഥാപിക്കുന്ന വഴി ഓംകാരത്തിനെ ബഹുമാനിക്കുകയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഇത് പൂർണ്ണ ബഹുമാനത്തോടെ അവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്ത് സ്ഥാപിക്കണമെന്ന് ഞാൻ ഉൾപ്പെടെ ചിലർ ആവശ്യപ്പെടുമ്പോൾ ചിലർ പറയുന്നു അത് ഓംകാരത്തെ ബഹുമാനിക്കലല്ല അപമാനിക്കലാണെന്ന്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഓംകാരത്തെ എങ്ങനെ ബഹുമാനിക്കണം, ഹൈന്ദവം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ഇവിടെ ആരുടെയും സ്പെഷ്യൽ ട്യൂഷനൊന്നും വേണ്ട. നമ്മളും ഈ നാട്ടിലേക്ക് ജനിച്ച് വളർന്നത് തന്നെയാണ്, ഹിന്ദുവായി ജനിച്ച് വളർന്നത് തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ മാത്രം മതിയാകും എങ്ങനെയാണ് പരിപാവനമായ ഓംകാരം ബഹുമാനിക്കപ്പെടേണ്ടത് എന്ന്. നമുക്ക് എന്നും ഈ തിരുനടയുടെ താഴെ നിന്നുള്ള പ്രവൃത്തികളേ ഉള്ളൂ. അതിന് മേളിൽ കയറി ഒന്നും സ്ഥാപിച്ചുള്ള പ്രവൃത്തി നമുക്കില്ല. നെയ്യാറ്റിൻകര നീലവർണ്ണ നിയതം നീയേ നമുക്ക് ആശ്രയം.